സി മുഹമ്മദ് ഫൈസി കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ്. ശ്രീ മുഹമ്മദ് ഫൈസി, താങ്കൾ കേട്ട് കാണുമോ എന്നറിയില്ല. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ ലഭ്യമാക്കിയിരുന്നു. ഈ ഹജ്ജ് യാത്രയിലെ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ സാജിദ് അജ്മൽ അദ്ദേഹത്തോട് ചോദിച്ചത്. അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, മീഡിയ വൺ ഒരു വിമാനം ഇറക്കുകയാണെങ്കിൽ അപ്പോൾ നിരക്ക് കുറയ്ക്കുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്ത് അത് പരിഗണിക്കാമെന്നായിരുന്നു. അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ മറുപടി ലഭിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പരിഹസിക്കുന്നത് ഈ സംസ്ഥാനത്തൊട്ടാകെ ഹജ്ജിനായി തയ്യാറെടുക്കുന്ന സാധാരണക്കാരായ ആളുകളെ കൂടിയാണെന്നുള്ളത് അദ്ദേഹം മറന്നുപോവുകയാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അബ്ദുള്ളക്കുട്ടി ഒരു കൊല്ലത്തിലധികമായി ഇതുവരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം വിളിക്കാറില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡൽഹിയിലെ ഹജ്ജിന്റെയും മൈനോറിറ്റിയുടെയും ഓഫീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റി ചെയ്താലും മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്താലും വിഷയങ്ങൾ നടന്നാൽ മതി എന്നതാണ് നമ്മുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഹജ്ജ് കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ചെയ്തിട്ടുണ്ട്. കെട്ടിടങ്ങൾ മക്കയിലും മദീനയിലും എടുക്കുന്ന വിഷയത്തിലും മറ്റും മുമ്പെല്ലാം ഉള്ളതുപോലത്തെ ശുഷ്കാന്തിയുണ്ട്, മെച്ചപ്പെട്ട ബിൽഡിംഗ് എടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നുള്ള റേറ്റ് അധികമാണെന്ന് കണ്ടപ്പോൾ അവർക്ക് പ്രത്യേകമായി ലെറ്റർ മന്ത്രി അബ്ദുറഹ്മാൻ ലെറ്റർ കൊടുത്തു. അതുപോലെ കേരളത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാനും ലെറ്റർ അയച്ചു. CEO ലിയാഖത്ത് അലിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ശ്രീ മുഹമ്മദ് ഫൈസി, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. സംസ്ഥാന സർക്കാർ എല്ലാവിധ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം. കാരണം നേരത്തെ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാനാണ്. ഹലോ, നമസ്കാരം. ഞാനേ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണ്, സാജിദ് എന്ന പേര്. മലപ്പുറം റിപ്പോർട്ടറാണ്. ഞാനേ നമ്മുടെ ഈ കരിപ്പൂരിൽ നിന്ന് ഈ ഹജ്ജ് മായി ബന്ധപ്പെട്ടിപ്പോ വലിയ ചാർജാണല്ലോ വരുന്നത്. അതില് നമ്മള് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ ഓരോ എയർപോർട്ടിലെയും റേറ്റുകൾ തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കാം ആദ്യം. കഴിഞ്ഞ വർഷം ബോംബെയും അഹമ്മദാബാദും തമ്മിൽ 50,000 റുപ്യന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ബോംബെയും കാലിക്കറ്റും കണ്ണൂരും കൊച്ചിയും തമ്മിൽ 30,000 റുപ്യന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നിങ്ങളെന്താ റിപ്പോർട്ട് ചെയ്തിരുന്നത്? ഞാൻ പറയുന്നത് ഇതെല്ലാം ഗ്ലോബൽ ടെൻഡറാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, മീഡിയ വണ്ണിന്റെ വിമാനമായിട്ട് വാ, നിങ്ങൾ ചെറിയ റേറ്റിൽ കൊണ്ടുപോകെങ്കിൽ നിങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കുക. നമ്മളെന്ത് ചെയ്യാനാ? ഇതെല്ലാം ഗ്ലോബൽ ടെൻഡറാണ്. റേറ്റ് നിശ്ചയിക്കുന്നത് ആ ടെൻഡറിന്റെ ഭാഗമായിട്ടാണ്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഈ റീടെൻഡറിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അഹമ്മദാബാദും ബോംബെയും തമ്മിൽ 50,000 റുപ്യന്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് റീടെൻഡർ ആലോചിച്ചോളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങള് ഖത്തറിലെല്ലാം ബന്ധുള്ളവരാണല്ലോ, അവരെ വിമാനം കൊണ്ടുപോ, ഒരു ചെറിയ പൈസക്ക് എടുക്ക്. ഞാൻ ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് സാറ് സംസാരിക്കുന്നത്, ഞാൻ പൊളിറ്റിക്സ് അല്ല. ഞാൻ പറയുന്നത് ഇത് ഗ്ലോബൽ ടെൻഡറാണ്. അപ്പം കഴിഞ്ഞ വർഷം അഹമ്മദാബാദും മുംബൈയും തമ്മിൽ 50,000 റുപ്യന്റെ വ്യത്യാസം. അവിടുന്ന് ഇപ്പോ കാലിക്കറ്റും കേരളം മുംബൈയും തമ്മിൽ ഒരു 10-20,000 റുപ്യന്റെ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വിമാന കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെറിയ പൈസ കൊണ്ടുപോകുമെങ്കിൽ യു ആർ വെരി ഹാപ്പി.
യെസ്, ശ്രീ മുഹമ്മദ് ഫൈസി തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ മുഹമ്മദ് ഫൈസി, അതായത് താങ്കൾ ആ സംഭാഷണം മുഴുവനായും കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറയാതിരിക്കാൻ വയ്യ. പല വിഷയങ്ങളിലും അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന രീതിയാണല്ലോ ചില ആളുകൾക്കുള്ളത്. നമ്മൾ അത് കാര്യമായിട്ട് കണക്കെടുക്കുന്നതിന് പകരം നമ്മൾ കേരളത്തിലെ ഈ 3 എംബാർക്കേഷൻ പോയിന്റിലും റേറ്റ് ഏകീകരിക്കുക എന്നത് ന്യായമായ ഒരാവശ്യമാണ്. തുല്യമായ അവസരവും തുല്യമായ പരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എവിടെയാണോ വയലേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ചോദിക്കലാണ് സംസ്ഥാന ഹജ്ജ് മന്ത്രിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ചെയ്തിട്ടുള്ളത്. അതിനെ അവർ മറുപടി പറഞ്ഞത് ഞങ്ങളത് വീണ്ടും എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിങ്കൾ അതിന്റെ വ്യക്തമായ ചിത്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം കോഴിക്കോട് ആയിരുന്നു 1000 രൂപ കുറവ്, കണ്ണൂരിലും കൊച്ചിയിലും ഉള്ളതിനേക്കാൾ 1000 കുറവായിരുന്നു. ഡിസ്റ്റൻസ് നോക്കിയാലും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റിനേക്കാൾ കോഴിക്കോട് അധികമല്ല. കഴിഞ്ഞ വർഷം കുറവായിരുന്നു. തുല്യമാക്കുകയാണെങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷം 1,20,000 കൊച്ചിയിലും കണ്ണൂരിലും ഉണ്ടായിരുന്നത്. അപ്പൊ ആ റേറ്റിനേക്കാൾ 75,000 എന്ന റേറ്റിലേക്കാണ് ഇപ്പൊ അവിടെ എത്തിയത്. സൗദി റേറ്റ് കുറച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ ആവട്ടെ ടെൻഡർ വിളിച്ചപ്പോൾ കോഴിക്കോട് 1,65 അവർ കോട്ട് ചെയ്തത്. സ്വാഭാവികമായി വേറൊരു ടീം കോട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് ഉറപ്പിച്ചത് എന്നാണ് ലിയാഖത്ത് പറയുന്നത്. അപ്പൊ ഏതായാലും അത് ഏകീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് മിക്കവാറും അതിന്റെ മറുപടി കിട്ടും. അതിനുശേഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം ചേരും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഫൈസി. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം അത്തരത്തിലൊരു പോസിറ്റീവായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ സമീപനം ഇതിനോട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ പ്രതികരണം അത് നിർഭാഗ്യകരമായി പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഹജ്ജ് യാത്രാ നിരക്കുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അതിന്റെ ഒരു ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ഒരു പരിഹസിക്കുന്ന പ്രതികരണമായിരുന്നു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. സാജിദ് അജ്മലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്.